65 ടൺ ഭാരമുള്ള ടാങ്ക് പലസ്തീൻ യുവാവിന്റെ ശരീരത്തിന് മുകളിലൂടെ കയറ്റിയിറക്കിയെന്ന അവകാശവാദം ഉന്നയിച്ച വീഡിയോ പോസ്റ്റ് ചെയ്ത ഇസ്രയേലി സൈനികൻ ഡാനിയൽ ലൂരി എന്ന 22-കാരനായ ഇസ്രയേൽ റിസർവിസ്റ്റാണ് പലസ്തീനിയുടെ മൃതദേഹത്തിന്റെ വീഡിയോ എക്സിൽ പോസ്റ്റ് ചെയ്തത്. ഒരു സെക്കൻഡിന് ശേഷം ഞാൻ ആകസ്മികമായി 65 ടൺ ഭാരവും 1500 ഹോഴ്സ് പവറുമുള്ള മെർക്കാവ മാർക്ക് 4 ടാങ്ക് അയാളുടെ ശരീരത്തിൽ കയറ്റിയിറക്കിയെന്ന് വീഡിയോടൊപ്പം ലൂറി എഴുതി. തുടർന്ന് ലൂറിയുടെ എക്സ് അക്കൗണ്ട് നീക്കം ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഒരു എക്സ് ഉപയോക്താവ് ലൂറിയുടെ പോസ്റ്റുകളെല്ലാം പങ്കുവച്ചിട്ടുണ്ട്. എപ്പോൾ എവിടെ വെച്ചാണ് വീഡിയോ ചിത്രീകരിച്ചത് എന്ന് വ്യക്തമല്ല. മറ്റൊരു പോസ്റ്റിൽ പലസ്തീൻ പതാകയ്ക്കൊപ്പം നിൽക്കുന്ന ഫോട്ടോ പങ്കുവച്ചതിന് ഇസ്രയേലി പെൺകുട്ടിയെ ഇയാൾ ഭീഷണിപ്പെടുത്തിയതായും റിപ്പോർട്ടുണ്ട്. ഇസ്രയേലി ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പലസ്തീനുകളെ സൂചിപ്പിച്ച് നമ്മൾ 30,000 സമാധാന യോഗങ്ങൾ വിജയിച്ചു, എന്തൊരു രസമെന്നും ഇയാൾ കുറിച്ചു. വാഹനങ്ങൾ കയറ്റിയിറക്കി ഇസ്രയേലി സൈനികർ നിരവധി പലസ്തീനുകളെ കൊലപ്പെടുത്തിയിട്ടുണ്ടെന്ന് യൂറോമെഡ് ഹ്യൂമൻ റൈറ്റ്സ് മോണിറ്റർ പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നു. അതിനിടെ ചെങ്കടലിലെ അന്തർ സമുദ്ര കമ്മ്യൂണിക്കേഷൻ കേബിളുകൾ മുറിഞ്ഞ സംഭവത്തിൽ ആരോപണങ്ങൾ നിഷേധിച്ച് യമനിലെ ഹൂതി വിമതർ രംഗത്ത്. മേഖലയിലെ രാജ്യങ്ങൾക്ക് ഇന്റർനെറ്റ് നൽകുന്ന കേബിളുകളെ തങ്ങൾ ലക്ഷ്യമാക്കിയില്ലെന്ന് പറയുന്ന ഹൂതികൾ US ബ്രിട്ടീഷ് സൈന്യത്തെ കുറ്റപ്പെടുത്തി. ചെങ്കടലിലെ 15 അന്തർ സമുദ്ര കേബിളുകളിൽ 4 എണ്ണം അടുത്തിടെ വിച്ഛേദിക്കപ്പെട്ടെന്നും ഇത് ഏഷ്യയ്ക്കും യൂറോപ്പിനുമിടയിലെ 25% ഡേറ്റ ട്രാഫിക്കിനെ ബാധിച്ചെന്നും ഹോങ്കോങ് ആസ്ഥാനമായുള്ള ടെലികോം കമ്പനിയായ HGC ഗ്ലോബൽ കമ്മ്യൂണിക്കേഷൻ അറിയിച്ചിരുന്നു. ഡേറ്റ ട്രാഫിക് മറ്റു റൂട്ടുകളിലൂടെ വഴിതിരിച്ചുവിട്ട് പുനഃസ്ഥാപിക്കാനുള്ള നടപടി സ്വീകരിച്ചെന്നും കമ്പനി വ്യക്തമാക്കി. ഇന്ത്യ, പാകിസ്ഥാൻ, കിഴക്കേ ആഫ്രിക്കയുടെ ഭാഗങ്ങൾ എന്നിവിടങ്ങളിലെ ഇന്റർനെറ്റ് ട്രാഫിക്കിനെ സംഭവം ബാധിച്ചേക്കാമെന്നും കമ്പനി കൂട്ടിച്ചേർത്തു. കേബിളുകൾ മുറിയാനുള്ള കാരണം വ്യക്തമല്ലെങ്കിലും ഹൂതികൾ സംശയ നിഴലിലാണ്. മേഖലയിലൂടെ കടന്നുപോകുന്ന കപ്പലുകൾക്ക് നേരെ യമനിലെ ഹൂതി വിമതർ ആക്രമണം തുടരുന്നുമുണ്ട്. ഗാസയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് ആക്രമണം. ഹൂതികൾ കേബിളുകൾ വിച്ഛേദിച്ചേക്കാമെന്ന് യമനിലെ പാശ്ചാത്യ പിന്തുണയുള്ള സർക്കാർ കഴിഞ്ഞ മാസം മുന്നറിയിപ്പ് നൽകിയിരുന്നു. കപ്പലുകൾ ആക്രമിക്കുന്നതിന് തിരിച്ചടിയായി യമനിലെ ഹൂതി കേന്ദ്രങ്ങൾക്ക് നേരെ US ബ്രിട്ടീഷ് സൈന്യം വ്യോമാക്രമണങ്ങൾ നടത്തിയിരുന്നു. അതേസമയം നിജസ്ഥിതി കണ്ടെത്താൻ US അധികൃതർ ശ്രമം തുടരുകയാണ്. അന്തർ സമുദ്ര കേബിളുകൾ ഇന്റർനെറ്റിന്റെ നട്ടെല്ലായി പ്രവർത്തിക്കുന്നു. ഈ കേബിളുകളിൽ ഉണ്ടാകുന്ന തടസ്സങ്ങൾ 2006 തായ്വാൻ ഭൂകമ്പത്തിന് പിന്നാലെ സംഭവിച്ചതുപോലുള്ള ഗുരുതരമായ ഇന്റർനെറ്റ് തകരാറുകൾക്ക് കാരണമാകാം. എന്നാൽ ഇസ്രയേലിലുള്ള പൗരന്മാർ സുരക്ഷിത മേഖലയിലേക്ക് മാറണമെന്ന മുന്നറിയിപ്പുമായി ഇന്ത്യയും രംഗത്ത്. ഇസ്രയേൽ ലെബനൻ അതിർത്തിയിലുണ്ടായ ഹിസ്ബുള്ള മിസൈൽ ആക്രമണത്തിൽ മലയാളി കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് കേന്ദ്ര സർക്കാർ ജാഗ്രത നിർദ്ദേശം പുറപ്പെടുവിപ്പിച്ചിരിക്കുന്നത്. നിലവിലെ സുരക്ഷാ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് ഇസ്രയേലിലെ എല്ലാ ഇന്ത്യൻ പൗരന്മാരും ഇസ്രയേലിനുള്ളിലെ സുരക്ഷിത മേഖലകളിലേക്ക് മാറണം. പ്രത്യേകിച്ച് ഇസ്രയേലിന്റെ വടക്ക് തെക്ക് അതിർത്തി പ്രദേശങ്ങളിൽ ജോലി ചെയ്യുന്നതോ സന്ദർശനത്തിനെത്തിയവരോ ആയ ഇന്ത്യക്കാർ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറണമെന്നും ഇസ്രയേലിലെ ഇന്ത്യൻ എംബസി പുറത്തുവിട്ട പ്രസ്താവനയിൽ പറയുന്നു. ഇന്ത്യക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ എംബസി ഇസ്രയേൽ അധികൃതരുമായി ബന്ധപ്പെടുന്നുമുണ്ട്. അതിനിടെ രാജ്യത്തെ പ്രമുഖ നേതാക്കളുടെയും സ്ഥാപനങ്ങളുടെയും വിവരങ്ങൾ ശേഖരിച്ച് പ്രതികളെന്ന് കരുതപ്പെടുന്നവർ ഇസ്രയേലിന്റെ രഹസ്യാന്വേഷണ സംഘടനയായ മൊസാദിന് വിറ്റതായി പോലീസ് സംശയിക്കുന്നതായി റിപ്പോർട്ട്. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടന്നുവരികയാണ്. പ്രതികൾക്കെതിരെ എന്തൊക്കെ വകുപ്പുകൾ ചുമത്തും എന്നതിൽ വ്യക്തതയില്ലെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ചൊവ്വാഴ്ച ഇസ്താംബൂളിൽ നടത്തിയ റെയ്ഡിനിടെയാണ് പ്രതികളെ കസ്റ്റഡിയിലെടുത്തത് എന്ന് ആഭ്യന്തരമന്ത്രി അലി എർലിക്കായ എക്സിൽ കുറിച്ചു. തുർക്കി നാഷണൽ ഇന്റലിജൻസ് ഓർഗനൈസേഷനുമായി നടത്തിയ റെയ്ഡിലാണ് പ്രതികളെ പിടികൂടിയതെന്നും അദ്ദേഹം പറഞ്ഞു. മൊസാദിൽ നിന്ന് പരിശീലനം നേടിയതായി ആരോപിക്കപ്പെടുന്നതും ഡിക്റ്ററ്റീവായി ജോലി ചെയ്യുന്നതുമായ മുൻ സിവിൽ സർവീസുകാരനും കസ്റ്റഡിയിലെടുത്തവരിൽ ഉൾപ്പെടുന്നുവെന്ന് പേര് വെളിപ്പെടുത്താത്ത സുരക്ഷാ ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് അനലോഡ് റിപ്പോർട്ട് ചെയ്തു. ഇസ്താംബൂളിലെ വീടുകളിൽ റെയ്ഡ് നടത്തിയതിൽ നിന്ന് പ്രതികൾ ഉപയോഗിക്കുന്നതായി സംശയിക്കുന്ന ഇലക്ട്രോണിക് ഉപകരണങ്ങളും ലഹരി വസ്തുക്കളും തോക്കുകളും കണ്ടെടുത്തതായി തുർക്കി പോലീസ് അറിയിച്ചു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.